തമിഴ്നാട്ടിലെ ആ വീടുകളൊക്കെ കാണാൻ രസം. അവിടെ കൊന്ന പൂത്തുക്കണം. അവിടെ വിഷു എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഏതായാലും ഇവിടുത്തെ ആളുകൾ കണ്ടില്ലേ, നമ്മളെ അവിടെ ഒരു 10 പേരെടുക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു 500 പേരെങ്കിലും എടുത്തുണ്ടാവും. ഇതിലൊക്കെ നമ്മളവിടുത്തെ ഒരു ഏക്കറിൽ ഒരു പേരാണെങ്കിൽ അതിലാകെ 2 ആളുണ്ടാകുക. ഇവിടെ ഈ ഓരോ ചെറിയ പേരയിലും ഏകദേശം 8 ആൾ, 7 ആൾ, 6 ആളുണ്ട്. എല്ലാവരും നേരം വെളുത്ത പണിക്ക് പോവും. ആണും പെണ്ണും കുട്ടികളും ഒക്കെ പണിക്ക് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇറ്റിങ്ങൾ ഭയങ്കര ലാവിഷായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. നമ്മളാൾക്കാർ ഇത് കിട്ടിയിട്ട് പാത്തേക്കും, എന്നിട്ട് അത് ഏറ്റ് കിടന്ന് നാട്ടന്നിരിക്കും. ഇറ്റിങ്ങൾ അതൊന്നുമല്ല. ഇറ്റിങ്ങൾ ആ കിട്ടണോണ്ട് ഉടച്ച് സമ്പാദിക്കുകയും ചെയ്യും. അപ്പോൾ വൈകുന്നേരം ഇറ്റിങ്ങൾ ചിലവും നാളക്കത്തെ കാര്യം നാളെ ചിന്തിക്കാന്നുള്ള അഭിപ്രായക്കാരാണ്. വളരെ ഭയങ്കര രസമാണ് ഇവരെ ലൈഫ്. ഞാൻ നോക്കിയിട്ട് മനസ്സിലായിട്ടുണ്ട്. നമ്മളെ നാട്ടുകാരെ വരില്ല. ഭയങ്കര ഇനിയിപ്പോൾ സംസാരത്തിലായാലും ഒക്കെ ഭയങ്കര നല്ല മര്യാദ കാര്യങ്ങളൊക്കെയാണ്. ഇവരെ സംസാരം കേൾക്കാൻ തന്നെ ഒരു മതിപ്പാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഇവിടെ ഭയങ്കര സംഗതിയാണ്. ഈ വീടുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വേണ്ടില്ലേ, എത്ര മാതിരി വീടുകൾ, ചെറിയ വീടുകളാണ്. പക്ഷെ എന്നാൽ നിറച്ച ആളുള്ള ഓരോ സംഗതി. അവിടെ പറയുമ്പോൾ എത്ര സ്ഥലങ്ങൾ അപ്പുറത്തെ മരുഭൂമി മാതിരി കിടക്കേണ്ട അറിയാം. അതിലൊക്കെ ഒരു കൃഷി ചെയ്യണമെന്നല്ലാതെ നമ്മളാൾക്കാരെ കഴിയുമ്പോൾ പൊളിച്ചുകാണ്ട് അവിടെ മണ്ണിട്ട് തൂർത്ത് പേരെടുക്കും. ഇതൊക്കെ അവിടെ കാലി സ്ഥലങ്ങളാണ്. അതിൻ്റെ അപ്പുറത്ത് ഇത്ര ഏക്കറ കണക്കിന് എത്രയോ ഏക്കറുകൾ വെറുതെ കാലിയായി കിടക്കുക. എന്നാലും ഓല പാർക്കിനോട് തന്നെ ചെറിയ വീടുകൾ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി ഇവിടെ തന്നെ ഒരു അങ്ങാടിച്ച അതിനെ ചുറ്റിപ്പറ്റിയിട്ട് എല്ലാവരും ജീവിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിൽ അങ്ങനല്ല. നമ്മളെ നാട്ടിൽ ഒരാൾക്ക് 50 സെൻറ്റ് കിട്ടിയാലും ഞാൻ 5 ഏക്കർ കിട്ടിയാലും അതിൽ ഒരു പേരെടുത്തുകാണ്ട് ബാക്കിയുള്ള പൂന്തോട്ടവും ഒലക്കൻ്റെ മൂടും അതിൽ കൂടി ആക്കിയാണ് ഇങ്ങനെ കുത്തർക്കും കാലാകാലം. എന്നിട്ട് അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവട്ടില്ല. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ വലിയ രസമുണ്ട്. ഏതായാലും വെറുതെ കുമ്പൊക്കെ ഒന്ന് കറങ്ങി പോരും എല്ലാവരും. അതിങ്ങനെ കായ് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കണ്ട. ചെറിയ മുടക്കിലൊക്കെ ഇങ്ങനെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോരി. അതൊക്കെ നല്ലതാണ്. അപ്പം എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഇനി നമ്മളിവിടുന്ന് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസം കൂടി ഉണ്ടാവും ഈ യാത്ര. അത് കഴിഞ്ഞ് നമ്മൾ പഴയ ഡ്യൂട്ടിക്ക് നമ്മൾ വീണ്ടും ഇറങ്ങും. അപ്പോൾ അതുവരെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടമില്ല, നമുക്ക് കുറച്ച് എന്തെങ്കിലും ആൾക്കാരുണ്ടായിക്കോട്ടെ. അപ്പോൾ ഓക്കെ എന്നാൽ.